ലോകത്ത് തന്നെ നല്ല സ്റ്റാൻഡേർഡിൽ എന്നാൽ ബഡ്ജറ്റിൽ വരുന്ന ഫിറ്റ്നസ് ട്രാക്കർ സീരീസ് ആണ് മീ ബാൻഡ് സീരീസ്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ മീ ബാൻഡ് 3 ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നു. അതിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. മീ ബാൻഡ് 3യുടെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂവുമാണ് ഈ വീഡിയോയിലുള്ളത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് ഫീൽ എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് നിങ്ങളുടെ ബഡി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആമസോണിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരു പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ ആമസോണിൻ്റെ പാക്കേജിങ് അത്ര പോരെന്ന് തന്നെ പറയാം. കാരണം ഒരു കാർഡ്ബോർഡ് ബോക്സിങ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വെറും പ്ലാസ്റ്റിക് പാക്കേജിങ് മാത്രമേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് പ്രോഡക്റ്റ് സേഫായിട്ട് കിട്ടി. നമുക്ക് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. മീ ബാൻഡ് 3യുടെ ബോക്സ് വളരെ പ്രത്യേകതകളുള്ള ഒരു ബോക്സാണ്. സാധാരണ മീ ബാൻഡിൻ്റെ ബോക്സുകളെ പോലെ ഒന്നുമല്ല, ഇച്ചിരി വീതി കൂടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വശത്തായിട്ട് ഗ്ലാസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു പ്ലാസ്റ്റിക് കവറിലാണ് വന്നത്. ഇനി അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്നത് മീ ബാൻഡ് തന്നെയാണ്. മീ ബാൻഡിൻ്റെ ക്യാപ്സ്യൂൾ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് കിട്ടും. മീ ബാൻഡിൻ്റെ സ്ട്രാപ്പുകൾ എപ്പോഴും നല്ല സ്ട്രോങ് ആണ്. നല്ല ലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിലും നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് മീ ബാൻഡ് HRX എഡീഷനിലും മീ ബാൻഡ് 2യിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ട്രാപ്പ് തന്നെയാണ് മീ ബാൻഡ് 3ക്കും ഇവിടെ ഷവോമി കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഒട്ടും അങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ നമുക്ക് തോന്നില്ല. ഡിലൈറ്റ് അല്ല, സംഭവം നല്ലതാണ്. ഇനി നമ്മൾ ആ ബോക്സ് കൂടുതലായിട്ട് നോക്കുമ്പോൾ ഈ മീ ബാൻഡ് 3 ചാർജ് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു കേബിൾ കിട്ടുന്നുണ്ട്. ഇത് ഷവോമിയുടെ പ്രൊപ്രൈറ്ററി ഡിസൈനാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യൂസർ മാനുവൽ നൽകുന്നുണ്ട്. നല്ല താളിയോല ഡിസൈനിലുള്ള ഒരു യൂസർ മാനുവലാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും വായിച്ചു നോക്കുമെന്ന് അറിയില്ല. എനിവേ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഡിജിറ്റൽ ഫോമാറ്റിൽ ഓൾറെഡി കിട്ടുന്നുണ്ട് മീ ഫിറ്റ് ആപ്പിൽ. ഇത്രയും കാര്യങ്ങളാണ് മീ ബാൻഡ് 3 നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു യൂസർ മാനുവൽ, അതുപോലെ തന്നെ മീ ബാൻഡ് 3യുടെ സ്ട്രാപ്പ്, പിന്നെ ഒരു ചാർജർ, പിന്നെ മീ ബാൻഡ് 3യുടെ ക്യാപ്സ്യൂൾ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്തുള്ളൂ. ഇനി മീ ബാൻഡ് 3 നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യമേ തന്നെ മീ ബാൻഡ് 3യുടെ ക്യാപ്സ്യൂളിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മീ ബാൻഡ് 3യുടെ ക്യാപ്സ്യൂൾ വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെവശത്ത് ഒരു ചാർജിങ് ഡോക്ക് കൊടുത്തിട്ടുണ്ട്. പുറകുവശത്ത് ഹാർട്ട് റേറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെയധികം നമ്മൾ അട്രാക്ട് ചെയ്യുന്നൊരു സംഭവം ഇതിൻ്റെ കർവ്ഡ് ഗ്ലാസ് ആണ്. നല്ലൊരു ടച്ച് ആൻഡ് ഫീൽ ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ആ കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺ അതും അതിനോട് സിങ്ക് ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആണ്. ഇനി നമ്മളിതൊരു ബാൻഡായിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയും. ഇതിനകത്തോട്ട് ആ ക്യാപ്സ്യൂൾ കയറ്റി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് പെട്ടെന്ന് അങ്ങനെ ഊരിപ്പോരത്തില്ല. മീ ബാൻഡ് 2ൻ്റെ ഒരു പരാതി ചിലർക്കൊക്കെ ഉണ്ടായിരുന്നത് ഇത് പെട്ടെന്ന് സ്ലൈഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ മീ ബാൻഡ് 3യിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം അത് എങ്ങനെയെങ്കിലും ചാടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി, നടക്കില്ല. നല്ല രീതിയിൽ അത് അതിനകത്ത് ഫിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിന് നമുക്ക് ഷവോമിക്ക് 100 മാർക്ക് കൊടുക്കാൻ കഴിയും. ഇനി മീ ബാൻഡ് 3യുടെ ഇൻഹാൻഡ് ഫീൽ എങ്ങനെയാണെന്ന് പറയാം. ഈ സ്മാർട്ട് ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്. ഒട്ടും തന്നെ നമുക്ക് ഒരു വാച്ച് കിട്ടുന്ന പോലെ ഒരു വെയിറ്റ് കയ്യിൽ ഫീൽ ചെയ്യില്ല. കാരണം ടോട്ടൽ സ്മാർട്ട് ബാൻഡിൻ്റെ വെയിറ്റ് 20 ഗ്രാമേ ഉള്ളൂ. ആ ക്യാപ്സ്യൂളിൻ്റെ വെയിറ്റ് വെറും 9 ഗ്രാമേ ഉള്ളൂ. പിന്നെ ഇത് നല്ല രീതിയിൽ ലോക്കായി നമ്മുടെ കയ്യിൽ സ്റ്റഡി ആയിട്ടിരുന്നോളും. ഈ വാച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന പോലത്തെ ഇഷ്യൂസ് ഒന്നും മീ ബാൻഡ് 3ക്കില്ല. അതിന് കാരണം ഇതിൻ്റെ ആ ലോക്ക് ബട്ടനാണ്. ഇത് നമ്മൾ ഒരു ഹോളിലോട്ട് അത് ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഹോളിൻ്റെ മുകളിൽ അതുകൊണ്ട് വെച്ച് ഒന്ന് പയ്യെ അമർത്തണം. പക്ഷേ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ലോക്ക് അവിടെ കൃത്യമായിട്ടിരുന്നോളും. ഓവറോൾ ക്വാളിറ്റിയിലും കംഫോർട്ടിലും എല്ലാം മീ ബാൻഡ് 3 നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒത്ത മുതൽ തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, ഒരു വാച്ചും സ്മാർട്ട് ബാൻഡും 2 സംഗതിയാണ്. സ്മാർട്ട് ബാൻഡ് ഒരു വാച്ച് എന്ന തെറ്റിദ്ധാരണയിൽ ഒരിക്കലും പോയെടുക്കരുത്, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഇത് ശരിക്കും പറഞ്ഞ ഫിറ്റ്നസ് ട്രാക്കിങ്ങിന് വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മീ ബാൻഡ് 3യുടെ അൺബോക്സിങ്ങിലും ഓവർവ്യൂവിലും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ഈ ചാനൽ ഇനിയും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയായിക്കളുടെ ദയവ് ചെയ്ത് ഒക്കെ അൺബോക്സിലിടുകയായിരുന്നെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ് സൈനിങ് ഓഫ്.